പുകച്ചിക്കനാവോ ഇന്ന്? അതിൻ്റെ ഇടയ്ക്ക് ആ പുല്ലൊക്കെ നിന്ന് തിളങ്ങി നിൽക്കുവാ. ടെന്റിന്റെ അകത്ത് കിടക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. തീരുന്നേ ഉള്ളൂ, അന്തരം മഴയാണ്. ഹായ്, 1 2 3 ബ്ലോഗിന്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കയറി പോകുന്നത് പുഴയിലല്ല, പുതിയൊരു സ്ഥലത്താണ്. പുതിയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വലിയ മലയുടെ മണ്ടല് അല്ലേ? പുഴയിൽ ഭയങ്കര വെള്ളം. അതെ, കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര കാറ്റായിരുന്നു ഇവിടെ. കുറച്ച് കാറ്റ് കഴിഞ്ഞേച്ച് ഇപ്പൊ ഇന്ന് തോർച്ചയുണ്ട്. അത് നോക്കി ഇന്ന് പയ്യെ കയറി പോവാണ്. അപ്പൊ വീഡിയോ എല്ലാവരും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ മലയുടെ പകുതി വരെ എത്തി. ഇനി അങ്ങ് മണ്ടയ്ക്കല്ലോ, അങ്ങ് മണ്ടയ്ക്ക. പക്ഷെ ഇങ്ങനെ നിൽക്കുവാണ്, മടുത്തു. ആ പോട്ടെ. പാറയൊക്കെ കിടക്കുന്നതാണ്ട. തെന്നുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെന്നും ഇല്ലയെന്നാ തോന്നുന്നു. തവളക്കുഞ്ഞുങ്ങൾ ചാടി ഓടുന്നു. ഞാൻ ഈറ്റയൊക്കെ ചുമന്നാണ് ഞാൻ കയറി പോകുന്നത്. നിഷ ടെൻറ്റ് സാധനങ്ങളുമായിട്ട്. ബാക്കി സാധനങ്ങൾ താഴെ മലയ്ക്ക് താഴെ ഒരു വീട്ടിലിരിക്കുക. മഴയായതുകൊണ്ട് മഴ കഴിഞ്ഞ് വേണം വന്ന് എടുത്തുകൊണ്ട് പോകാൻ. ഇപ്പോൾ ശകലം തെളിഞ്ഞിട്ടുണ്ട്. മല കയറി ഞങ്ങൾ 3/4 ഭാഗം എത്തി. നിഷ ഇങ്ങനെ നിൽക്കുക, മടുത്തു അല്ലേ നിഷ? മടുത്തോ? എങ്ങനെയുണ്ട്? ആ, കാണിക്കാം. നമുക്ക് അക്കരെ നേരെ അക്കരെ കിടിലനൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ആ മരത്തിൻ്റെ നേരെ അപ്പുറം ആ മല കാണുന്നത് പാൽക്കുളം മേട് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുവാണ്. അതിങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ കണ്ട കിടിലനൊരു വെള്ളച്ചാട്ടം. കിടിലനൊരു വെള്ളച്ചാട്ടം. അങ്ങ് വലിയ മഴ പെയ്യുന്നുണ്ടേ. നല്ല ഭംഗിയായി കേട്ടോ ഇവിടെ നിന്നൊന്ന് കാണാൻ. തവളക്കുഞ്ഞുങ്ങൾ ചാടി പോകുന്നുണ്ടോ? എന്തുമാത്രം തവളക്കുഞ്ഞുങ്ങളാന്ന് നോക്കി. മാക്രി കുഞ്ഞുങ്ങൾ. ഹൈ കണ്ട ഇരിക്കണ. ആഹാ, സ്വർഗം പോലൊരു സ്ഥലമല്ലേ നിഷേ? എന്ത് ഭംഗിയാന്നറിയാം ഇവിടെ നിന്ന് കാണാൻ. നല്ല കാറ്റ്. അതെ, എന്തോ നല്ലൊരു എനർജി. നല്ല സൂപ്പറാ ഇവിടെ നിന്ന് കാണാൻ. നിഷ വന്നാണ്ടോ? ഇവിടെ ചെത്തി തെളിക്കാൻ താഴത്തെ വീട്ടിൽ നിന്ന് തൂമ്പയൊക്കെ ആയിട്ടോ അവനെ. ഇത് കണ്ടോ, ഞങ്ങൾക്ക് ഭാഗ്യം പോലെ ഇവിടെ വിറകുണ്ട്. പിന്നെ നല്ല നിരപ്പായ സ്ഥലമുണ്ട്. ചുറ്റും കാടാ. വെള്ളച്ചാട്ടത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ടെൻറ്റ് വയ്ക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ള സ്ഥലം. തൊട്ടടുത്തൊരു മരമുണ്ട്, ചെറിയ മരം അല്ലേ? കാട് തെളിക്കണം. അതെ, ഇത് കണ്ടോ മലയിഞ്ചിയുടെ പൂ കണ്ടിട്ടുണ്ടോ? ഇതാണ് മലയിഞ്ചി പൂത്ത് നിൽക്കുന്നത്. കണ്ടോ? ഇതേലെ ഏലക്ക പോലെ കായ ഉണ്ടാകും. ചിലരോർക്കും ഇത് ഏലമാണ്, മലയിഞ്ചിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം അല്ലേ പക്ഷേ? ആ, അടിയിൽ ഇതിൻ്റെ അടിയിൽ വെട്ടിയിടാം നമുക്ക്. ആ പുല്ല് നല്ല ബെഡ് പോലെ കിടന്നു. ആഹാ, നല്ല ഇഷ്ടം പോലെ വിറക്. അതും നല്ല വിറക്. അത് വെട്ടി നമുക്ക് മുകളിൽ കയറ്റി വെച്ചാലോ? ടെൻറ്റ് വയ്ക്കാനുള്ളവിടെ അങ്ങനെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. നിഷത്തെ കയ്യാലയുടെ താഴെ നിന്ന് വള്ള പറിക്കുന്നു. കാണുന്ന നീലപ്പുറത്ത് കാണുന്ന ആ വീട്ടിലാണ് ഞങ്ങൾ സാധനങ്ങൾ വെച്ചേക്കുന്നത്. ഇനി അവിടുന്ന് വേണം കയറി വരാൻ. അടുത്ത സാധനങ്ങൾ പോയെടുത്തോണ്ട് നിഷ ഈറ്റയൊക്കെ പൊക്കി പിടിച്ച് കയറി വരുന്നു. ഇനി ഇത് കെട്ടിയിട്ട് വേണം പടുത വലിച്ചു കെട്ടാൻ. അത് മഴയും തുടങ്ങി. കണ്ടോ, മഴയും തുടങ്ങി. റെയിൻകോട്ട് കൊണ്ടുവന്നിട്ടില്ലേ? മഴ പെയ്യണേ എടുക്കണേ, നനയാതെ. ടെൻറ്റ് വയ്ക്കാനുള്ള കമ്പൊക്കെ വെച്ച് കെട്ടി ഞങ്ങൾ. ഇത് കണ്ട, ഇവിടെ നല്ല ക്ലീനാക്കി.
ഇനി കുറേ പുല്ല് വെട്ടിയിടണം. ഇവിടെ നല്ല ഉറവയുണ്ട് ടെൻറ്റ് വയ്ക്കുന്നതിൻ്റെ സൈഡൊക്കെ. അതൊക്കെ ഒന്ന് അടച്ചെടുക്കണം. മഴയായി. ഞാൻ പടുത വലിച്ചു കെട്ടി തീരുന്നേ ഉള്ളൂ, അന്തേരം മഴയായി. താഴെ ഇവിടെ പാറയായതുകൊണ്ട് കാറ്റ് വീശ, അടുത്തൊന്നും മരമില്ലല്ലോ, അതുകൊണ്ട് നല്ലപോലെ ബലത്തി വലിച്ചു കെട്ടണം. എന്നിട്ട് കുറ്റിയൊക്കെ വെച്ച് ബലമായിട്ട് വലിച്ചു കെട്ടുവാണ്. നിഷ പുല്ലുമുറിക്കല കണ്ടോ? നമ്മുടെ ടെൻറ്റിൻ്റെ അടിയിൽ വിരിക്കാനുള്ള പുല്ല. അതാകുമ്പോഴത്തേക്കും ചെറിയ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ടെൻറ്റിനും പരിക്കില്ല, നമുക്കും പരിക്കില്ല. അതെ, ബെഡ് പോലാകും അടി. ടെൻറ്റ് ഏതാണ്ട് പണി, ടെൻറ്റല്ല പടുത ഏകദേശം പണി തീർന്നു. ഇനി ടെൻറ്റ് വെക്കണം അല്ലേ നേശേ? നിന്നെ കാണത്തില്ല. ഇപ്പം കാണാം. ടെൻറ്റ് പണി അങ്ങനെ പൂർത്തിയായി. നല്ല മഴയാണ് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ കിടിലം മഴ. നല്ല സൂപ്പർ മഴ. ഇവിടെ നിന്ന് കാണാനുണ്ടല്ലോ, മാരക ലുക്കാ. ഇവിടുന്ന് പോകാൻ തോന്നൂല. ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്നറിയാവോ? ഈ പ്രകൃതിയുടെ ഒച്ചയല്ലാതെ വേറെ ഒരു സൗണ്ടും ഇല്ല ഇതുവരെയായിട്ട്. ഒരു മനുഷ്യന്റെയോ വണ്ടിയുടെയോ ഒന്നും ഒരു ഒച്ചയില്ലാതെ ഈ മഴ പെയ്യണേയും കാറ്റ് വീശണേയും പുഴ ഒഴുകണ ഒച്ചയല്ലേ ഉള്ളൂ. ടെന്റിന്റെ അകത്ത് കിടക്കുമ്പോ കാണുന്ന കാഴ്ച ഇതാണ്. പുറത്തേക്ക് നോക്കുമ്പോ ആഹാ, എൻ്റെ പൊന്നോ മതി. മലമുകളിലെ സ്വർഗം തന്നെയാ, സ്വർഗം. അങ്ങ് ദൂരെ വെള്ളച്ചാട്ടം. നല്ല ഉറവ വെള്ളം. ഇതല്ല നമ്മൾ എടുക്കണേ. ഇത് നല്ല ഭൂമിയുടെ അടിയിൽ നിന്ന് തന്നെ ഉറവയാണേ. കണ്ട, ഭൂമിയുടെ അടിയിൽ നിന്ന് വന്നതാ. അപ്പം നമുക്കതെടുക്കാം. നല്ല ഉറവുള്ള മതിയാ. ഇതേ നല്ല ചെക്ക് ഡാവ് ഉണ്ട്, നല്ല ചെക്ക് ഡാവ്. അവിടെ നിന്നാണേ നല്ല ഉറവ് വന്നോർത്ത് കെട്ടി നിർത്തി നമ്മൾ. കുടിക്കാനും കുളിക്കാനും അലക്കാനും എല്ലാത്തിനും ഇനി 2 ദിവസത്തേന് ഇതാണ് നമുക്ക് ആശ്രയം. നല്ല വെള്ളം കേട്ടോ. മുകളിലൊന്നും വീടുകളൊന്നും ഇല്ലാത്ത ഏരിയ, അതുകൊണ്ട് നല്ല പാറയെന്ന് തന്നെ നല്ല ഉറവ വെള്ളം അല്ലേ? നല്ല സുരക്ഷിതമായ വെള്ളം. അടുപ്പിട്ടു കേട്ടോ, നല്ല അടുപ്പിട്ടു അല്ലേ? അടുപ്പുമായി വെള്ളമായി. ഇനി വിറക് നമ്മൾ വന്നപ്പം ഇവിടെ ഇച്ചിരി കിടപ്പുണ്ടായിരുന്നു, അത് ഞാൻ വെട്ടി ഒടിച്ച് അങ്ങ് ഇട്ടിട്ടുണ്ട്. അതെടുക്കണം. പിന്നെ നമ്മുടെ സാധനങ്ങൾ കുളിക്കണം. ആദ്യം മൊത്തം നനഞ്ഞ് കുളിച്ച് അണ്ട് നമ്മൾ കുഴിയും കുത്തിയില്ലോ, അപ്പം അവിടെ നിന്നൊരു നീരാട്ട്. ഞങ്ങൾ ഇനി പയ്യെ ഇറങ്ങി താഴെ ദേ വീട്ടിൽ ചെന്ന് അതിൻ്റെ സിറ്റ് ഔട്ടിൽ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ സാധനങ്ങൾ ചുമന്നുകൊണ്ട് വരണം. കുളിക്കാൻ നമുക്ക് ഇവിടെ ആണേലും വരാം അല്ലേ? ഇത്ര അടുത്ത് വെള്ളമുണ്ടല്ലോ, ഇത്രയും വെള്ളമുണ്ട്. തൊട്ടടുത്ത് തന്നെ ഇത്രയും വെള്ളം ഉണ്ട് കേട്ടോ. വേണ്ടോ, ഇതിലൊക്കെ ഓസ് പോകുന്നുണ്ട്. ഇക്കര മലയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ടെൻ്റ് ഇരിക്കുന്നുണ്ടോ അങ്ങ് മണ്ടയ്ക്ക്. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ പൂക്കുറ്റി വെയിൽ. നിഷതേ കുടിക്കാനുള്ള വെള്ളം എടുക്കുക. കുടിക്കാനും
പാചകത്തിനുമുള്ള വെള്ളം. നല്ല ക്ലിയർ വെള്ളമായി കേട്ടോ. ഇപ്പം നല്ല മൊത്തത്തിൽ വെയിൽ. ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം വെയിലോ വെയിൽ. പാറയൊക്കെ അങ്ങ് ഉണങ്ങി, കുറേ ഭാഗങ്ങൾ ഉണങ്ങി. മൊത്തം വെയിൽ. വെയിൽ കാരണം വേർത്ത് പൊഴുക. മഴ പെയ്യുമെന്ന് ഓർത്താ നേരത്തെ കുളിച്ചത്, അതിന് വെയിലായി. അടുപ്പ് അങ്ങനെ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇരുന്ന് കുക്ക് ചെയ്യാനും എല്ലാം കൊണ്ടും ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല സത്യത്തിൽ. നിഷ ഇന്ന് പുകച്ചു കൊല്ലും നമ്മളെ. അടുപ്പിൻ്റെ അകത്ത് ചകിരി വെച്ചിട്ടുണ്ട്. ചകിരി താഴത്തെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ചകിരി വെച്ചിട്ടുണ്ട്. ആ ചകിരി നന്നായിട്ട് പുകയുമായിരുന്നു. പിന്നെ അടുപ്പ് ദേ കിഴക്കോട്ട് തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. കിഴക്കാണ് ദേ മല നിൽക്കുന്ന ഭാഗമാണ് കിഴക്ക്. പടിഞ്ഞാറ് ദേ സൂര്യൻ അസ്തമിച്ച് വരുന്നുണ്ട്. സൂര്യാസ്തമയം ആയില്ല, കുറേ കൂടെ സമയമുണ്ട്. ഇതാ കേട്ടോ നമ്മുടെ ടെൻ്റ് ഇരിക്കുന്ന സ്ഥലം. ദേ ഇപ്പം വൈകുന്നേരം ഒരു 4-5 മണിയാകുന്നേ ഉള്ളൂ. ആ സമയമായപ്പോഴത്തേക്കും ഒരു ചെറിയ ഇളവയിൽ. നിഷ ദേ കാട്ടിൻ്റെ അടിയിലിരുന്ന് വെള്ളം എടുക്കണുണ്ട്. കാണാൻ പറ്റുന്നില്ലെന്ന് മാത്രം. ദേണ്ട് എത്തി നോക്കണം. വെള്ളം എടുക്കുവാണോ? ആ അതേ വെള്ളം എടുത്തോണ്ട് ദേ ഇറങ്ങിപ്പോണം. തെന്നിയൊന്നും വീണാക്കല്ലോ കേട്ടോ. തെന്നി വീണ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ താഴേന്ന് പുഴേന്ന് എടുക്കേണ്ട വരും ആളെ. ഇവിടുന്ന് അങ്ങ് താഴത്തേക്ക് ഭയങ്കര കൊക്കയായിട്ടുള്ള സ്ഥലങ്ങളാണ്. മഴ പെയ്തിട്ട് ഇതേ പുല്ലയിലൊക്കെ വെള്ളം ഇരിക്കുന്നുണ്ട്. വെള്ളം ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, കാണാൻ തന്നെ നല്ല ശേല. ഈ കാണുന്ന സാധനമുണ്ട്, ഇത് തുമ്പയാണ്. തുമ്പ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് തുമ്പ. നിറയെ ഉണ്ട് ഈ പാറയിൽ കൂടെ. സൂര്യൻ വേറൊരു കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. മഴക്കാലമല്ലേ, മഴക്കാറിൻ്റെ ഇടയ്ക്ക് കയറി കുളിച്ചും പാത്തും നല്ല കളറിലേക്കാകുന്ന. അതിൻ്റെ ഇടയ്ക്ക് ആ പുല്ലൊക്കെ നിന്ന് തിളങ്ങി നിൽക്കുക മഴവെള്ളം കൊണ്ട്. ഓ എന്താ ഭംഗിയെന്നറിയാമോ? ഒരു ദിവസം ഞങ്ങൾ ആ മലയുടെ മണ്ടയ്ക്കും ചെല്ലും. ആ മലയുടെ മണ്ടയ്ക്കും ചെന്ന് ക്യാമ്പ് ചെയ്യും. അതും കാണാൻ അടിപൊളി സ്ഥലം കേട്ടോ. ഇത് ഇങ്ങനെ കയറി അങ്ങ് മുകളിലേക്ക് പാറ കിടക്കുക കേട്ടോ. അങ്ങ് മണ്ട വരെ കിടക്കുക. നമ്മൾ പകുതി വഴി എത്തിയിട്ടേ ഉള്ളൂ. ഇതങ്ങ് മുകളിൽ കയറും. പിന്നെ അതിൻ്റെ അങ്ങേ സൈഡിൽ ഒരു സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട്. വൈകുന്നേരം 4 മണി ചായക്ക് ഒരു കടി ഉണ്ടാക്കുന്ന പോലെ ദേ എന്നതാ അതിൻ്റെ പേര് മറന്നുമില്ല. അത് തന്നെ, നൂഡിൽസ്. ചായ റെഡിയായി അല്ലേ? ചായ റെഡിയായി. ഞാൻ അപ്പുറം പോയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചായ റെഡിയായി. നല്ല അടിപൊളി നൂഡിൽസ്. നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞ് പോകുന്നതാണ്ടോ, കോടമഞ്ഞ്. അത് നല്ല വേഗത്തിലാണ് പോകുന്നത്. എന്നും പറഞ്ഞ് പോവാ. നല്ല രസമാണ്. ഇത് കൊള്ളാൻ ഇത്ര അടുത്ത് വരുന്ന. അതെ, പെട്ടെന്നൊരു മഞ്ഞങ്ങ് വന്നു. ആ നല്ല രസം. നമ്മള് ഫസ്റ്റ് വൈകുന്നേരം ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നൂഡിൽസൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഒരു നല്ല രസമാട്ടോ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. മഞ്ഞ് ഇങ്ങനെ മഞ്ഞ് മഞ്ഞിങ്ങനെ കുറേച്ചിങ്ങനെ ഒഴുകി വരും. നല്ല രസമാണ് കാണാൻ. ഇത് നല്ലൊരു കാഴ്ച ഞാൻ പ്രതീക്ഷയേ ഇല്ല കേട്ടോ. ഓ ശരിക്കും സ്വർഗം തന്നെ. നല്ല രസമുണ്ട്.
തണുപ്പിന്റെ ആന്ന് തോന്നുന്നു. തൊണ്ട കിച്ചിക്കിച്ചാകുന്നു അല്ലേ? മഴ നനഞ്ഞായിരുന്നു കൊറേ. നൂഡിൽസ് ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാൻ വിശപ്പും മാറും. അതുകൊണ്ട് ഞാൻ വീട്ടിലും നൂഡിൽസ് മേടിച്ച് തിന്നാറുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അക്കരെ ഭാഗം മൊത്തം വനമാണ്. അതുകൊണ്ട് രാത്രി ലൈറ്റുകൾ കാണാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ലൈറ്റൊക്കെ അക്കരെ മലയിൽ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. രണ്ട് സൈഡും വീടുകളുണ്ട്. നടു സൈഡ് വനം അല്ലേ? നേരെ അക്കരെ വനം. നമ്മൾ ഇരിക്കുന്നത് വനമല്ല കേട്ടോ. താഴെ ഒരു പുഴയുണ്ട്. ആ പുഴയ്ക്ക് അക്കരെ വനം. സന്ധ്യാസമയത്ത് ടൈം ലാപ്സ് ഒന്ന് വെച്ച് നോക്കിയതാ കേട്ടോ. അത് നല്ല എന്നാ ഭംഗിയാന്ന് നോക്കി. മേഘങ്ങൾ ഓടി ഓടി പോകുന്നു കാണാൻ. അടിപൊളി. നേരം അങ്ങനെ സന്ധ്യയായി കേട്ടോ. മഞ്ഞിങ്ങനെ ഒഴുകി നടക്കുവാണ് സംഗതി. ഇരുട്ടെല്ലായിടത്തും വ്യാപിച്ചു തുടങ്ങി. സൂര്യൻ അസ്തമിച്ചു. വലിയ മഴക്കാറ് വരുന്നുണ്ട്. വലിയ മഴ പെയ്യുമാവോ? രാവിലെ ഉച്ച കഴിഞ്ഞേച്ച് വലിയ കാര്യമായിട്ട് മഴ പെയ്തില്ല. അതിന് മുമ്പ് ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെൻറ്റ് കാണാം. ആ എന്താ ഭംഗിയെന്ന് നോക്കിയേ. വേറെ ഈ പരിസരത്തെങ്ങും ഒരു ലൈറ്റോ ഒന്നുമില്ല. കാരണം വേറെ വീട്ടുകാരൊന്നും താമസിക്കുന്നില്ല. അതുകൊണ്ടാണ്. താഴെയും നമ്മൾ സാധനങ്ങൾ വെച്ചെടുത്തും വല്ലപ്പോഴും ഒരിക്കലും അവർ താമസിക്കാറുള്ളൂ. അവിടെയും കൂരാക്കൂരി ഇരുട്ടാണ്. ഉണ്ടോ? രാത്രിയിലേക്കുള്ള ഭക്ഷണത്തിന് റൈസ് ഇടുവാണ്. എന്നാ ഇന്ന് രാത്രിയിൽ ഭക്ഷണം? ഇന്ന് ഫ്രൈഡ് റൈസ്, പച്ചക്കറി. ഓ ഇന്ന് എന്നെ കൊണ്ട് ക്യാരറ്റും ബീൻസും ഒക്കെ തീറ്റിക്കും അല്ലേ? പാവം ഞാൻ. ആ കഴിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ കഴിക്കില്ലല്ലോ. ആ കഴിക്കാന്നേ. കഴിച്ചല്ലേ പറ്റൂ. ആ കഴിക്കാം. എന്തോ സാധനം ഉണ്ടാക്കുന്നുണ്ടോ, എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നോടൊട്ട് പറഞ്ഞുമില്ല. ഇതെന്നതാണ്? എന്തോ കുറേ നേരമായി തുടങ്ങിയിട്ട് പുല്ലൊക്കെ വെട്ടിക്കൊണ്ടൊന്നും ഉണ്ടാക്കണം. എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, എന്തോ കള്ളത്തരാ എന്തോ കള്ളത്തരാ. ഓക്കെ എന്നാ. ആ അതിന് ഇതെന്തിനാ? ആ ഇതാ എൻ്റെ പൊന്നെ, എനിക്ക് അത്രയും ആലോചിച്ചില്ല കേട്ടോ ഞാൻ. ഇന്ന് നമ്മൾ പിന്നെ അവിടെ നിന്ന് വന്നപ്പം 2 ചിക്കൻ പീസ് എടുത്തോണ്ടാണ് വന്നേ. അത് ഗ്രില്ലടിച്ച് തരാമെന്ന് ഞാനൊന്ന് പറഞ്ഞു. അതിന് ബ്രഷ് ഉണ്ടാക്കുവാണ്, എണ്ണ തൂക്കാൻ വേണ്ടി. ആ അത് കൊള്ളാമല്ലോ. കൊള്ളാം. എന്താ ഐഡിയ ഗുഡ്. ആ ഞാൻ അത്രയും ചിന്തിച്ചില്ലായിരുന്നു. ഓക്കെ സൂപ്പർ. രാത്രിയിലേക്കുള്ള ചിക്കൻ 2 ലെഗ് പീസ് മസാലയൊക്കെ പുരട്ടി വെക്കാൻ പോകുന്നു. ഇതെന്നൊക്കെ മസാല പുരട്ടിയ മസാല സാധാരണ നമ്മുടെ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചെറുനാരങ്ങ നീര്, ഉപ്പ്, ആ എല്ലാം കൂടെ കൂട്ടി തിരുമ്മി സെറ്റ് ചെയ്യുന്നു. നമ്മൾ വറക്കുമ്പോൾ സാധാരണ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ ഇതിന് ചേർത്തില്ല കേട്ടോ, കാരണം നമുക്ക് അതിനുള്ള സംവിധാനമില്ല.
പിന്നെ അതില്ലാതിരിക്കണത് വെറൈറ്റി. ആ ഇത് മതി, ഉള്ളത് മതിയെന്നേ. റൈസ് വെന്തു. ഇനി ഇതേ പച്ചക്കറി, സവോള, ഇതേ ക്യാരറ്റും ബീൻസും, സംഗതി ഇതേ വേറെ ഐറ്റം എല്ലാം അരിഞ്ഞ് കൂട്ടി പറക്കി വെക്കുന്നുണ്ട്. ഋഷയുടെ ചിരി കണ്ട? ആ ചിരി മാത്രമേ ഉള്ളൂ. അതെ. റൈസിൽ സവോളയും മുന്തിരിയല്ലേ എല്ലാം വഴറ്റിയിട്ടു. പച്ചക്കറി വഴറ്റിക്കൊണ്ടിരിക്കുന്നു. മറ്റേത് വറക്കാനുള്ളതായിരുന്നേ, അതുകൊണ്ട് അത് ആദ്യം അങ്ങ് വറുത്തെടുത്തു. എന്നിട്ട് ബാക്കി എണ്ണയിൽ ഇതങ്ങ് എടുത്താച്ചാൽ മതിയല്ലോ ഓർത്തു. പച്ചക്കറി വെന്ത് വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് ഒരു മുട്ടയും പൊട്ടിച്ച് ഒഴിച്ച് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് ഇച്ചിരി ഉപ്പും ഇട്ടു. അത് തന്നെ എല്ലാം കൂടെ ഇട്ട് ഒരു തട്ടിക്കൂട്ട് പരിപാടി. ഭയങ്കര ചൂടല്ലേ. അങ്ങനെ ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുകയാണ്. അതിനെ വലിയ മടക്കല പോലെ പട്ട, ഗ്രാമ്പും പട്ട, ഏലക്കൊക്കെ ഇട്ടായിരുന്നു ചോറിൻ്റെ അകത്ത്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി. ഇനി ഗ്രില്ലടിക്കൽ. ഗ്രില്ലടിക്കാൻ നിഷതേ ചിരട്ടയൊക്കെ ചുമന്നുകൊണ്ടാ വന്നേ. ചിരട്ട അടുപ്പിൻ്റെ അകത്തിട്ട് കത്തിച്ച് കരി ഉണ്ടാക്കാൻ വേണ്ടി. ഗ്രില്ലടിക്കാനുള്ള ചിക്കനെ പിടിച്ച് ഗ്രില്ലേ കയറ്റി ഇനി അടുപ്പത്ത് വയ്ക്കുക. അതിനാ തീ കത്തുന്നേ? ആ, പുക ചിക്കനാവോ ഇന്ന്? ഇല്ല, നല്ല കനല. അതെയോ? 4-5 ചിരട്ട ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പേരകത്തിന്റെ കമ്പ് ആദ്യം തന്നെ കഴിച്ചു. നല്ല കരിയുണ്ട്. സംഗതി അടിപൊളിയാട്ടെ. അതല്ലെങ്കിൽ ഇച്ചിരി കരിഞ്ഞ ടേസ്റ്റ് ഒക്കെ വേണം ഇതിന്. വറുത്തതല്ലോ, ഗ്രില്ലല്ലേ, ഗ്രില്ലിന് അങ്ങനെ വേണം. ആ, തകർക്ക. ഓ, നല്ല ചൂടുണ്ട്. കണ്ടോ ബ്രഷിന്റെ ഉപയോഗം കണ്ട? എണ്ണ തൊട്ട് കൊടുക്കാൻ കൊള്ളാം കേട്ടോ. ഞാൻ ഇത്ര ചിന്തിച്ചു പോലില്ലായിരുന്നു. ഐഡിയ. ഒരു കാര്യം മനസ്സിലായി, ഏത് കാട്ടിലോ ഏത് വനത്തിലോ കൊണ്ടുപോയിട്ടാലും രക്ഷപ്പെട്ട് ജീവിച്ചു പോരും. അതെ, ഒന്നുമില്ല, എല്ലാ കച്ചറപ്പണികളും പിടിക്കുന്നുണ്ട് അല്ലേ? എല്ലാ ലൊട്ടൊടുക്ക് എളുപ്പ വഴികളും ക്രിയകളും എല്ലാം പഠിച്ചു തുടങ്ങി. ചിക്കൻ അങ്ങനെ റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എണ്ണയൊക്കെ തേച്ച് ചോടം മതിയട്ടെ. പുക വരുന്നുണ്ടല്ലോ. പുക അത് എണ്ണ വീഴുന്ന പുകയാ. നമ്മൾ എണ്ണ തൂക്കുമ്പോൾ എണ്ണ അടിയിലേക്ക് ചെല്ലുമ്പോൾ തീക്കനലിൽ ചെല്ലുമ്പോൾ അത് പുകയായിട്ട് വരുന്നതാണ്. കണ്ടോ, മണവും അത് തന്നെ ഉണ്ടോ? മണം തന്നെ കേട്ടോ. അതാണ്. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കുക്കായി. ഇനി ഭക്ഷണം കഴിച്ചാൽ മതി. ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. ഇന്നത്തെ ഭക്ഷണമാണ് ഫ്രൈഡ് റൈസും ചിക്കൻ ഗ്രില്ലടിച്ചതും. അങ്ങനെ ഞങ്ങൾ രാത്രിയിലെ ഭക്ഷണം കഴിക്കും കേട്ടോ. കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ കുടിക്കും. അതെ, തട്ടിക്കൂട്ട് ചോറും എല്ലാ സബ്സ്ക്രൈബേഴ്സും പോരട്ടെ. തട്ടിക്കൂട്ട് കറികളും ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. കാട്ടി കിടക്കുമ്പോ ഇതൊക്കെ ഹൈ ലെവലാട്ടോ.
ഭക്ഷണം അല്ലേ? ഇന്ന് വീട്ടിൽ നിന്ന് വന്നോണ്ടാട്ടോ ചിക്കൻ തന്നെ, അല്ലെങ്കിൽ അവരാരെങ്കിലും മേടിച്ചോണ്ട് തരണം അല്ലേ? അല്ലാതെ നമ്മൾ ഒരു ചിക്കനൊക്കെ മേടിച്ച തിന്ന് തീരില്ല. ഇവിടെ ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ചിക്കൻ നല്ല കിടിലനായിട്ട് വെന്തു കേട്ടോ. ഈർപ്പം വരെ പറ്റി ചിക്കൻ്റെ അകത്ത്. കഴിച്ചു നോക്കട്ടെ. അടിപൊളി. പെടലിക്ക് ചെറിയൊരു വേദനയുണ്ട് ഇവിടെ ആയിട്ട്. അതുകൊണ്ട് വടക്കേന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല, അല്ലെങ്കിൽ ചാടി ചാടി നോക്കാനും. കണ്ട ചൊവ വന്നത്, ആ ചൊവ വരണം ഗ്രില്ലിന്. ഗ്രിൽ ചിക്കന് ഒരു ചൊവ വരും, ഒരു കരിഞ്ഞ ഒരു ഇത് പുകച്ചൊവ പോലെ. അത് നമ്മൾ എണ്ണ തൂക്കുമ്പോൾ എണ്ണ താഴേക്ക് വീഴുമ്പോൾ മുകളിലേക്ക് വന്നതാണ് പുക. അത് ഇതിലേക്ക് വീഴും. അങ്ങനെ അടിപൊളി കേട്ടോ. ഇനി എന്നെയൊക്കെ കാണാൻ കിടക്കണ വെച്ചോ. ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പയ്യ ടെൻറ്റിൻ്റെ അകത്ത് കയറി ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി ഉറങ്ങാനുള്ള പരിപാടിയൊക്കെയാ അല്ലേ? അതിനു മുമ്പ് ചെറിയൊരു പരിപാടി. പാർട്ട് 10-ാം പാർട്ടിലാണ് കുറേ പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേര് 11-ാം പാർട്ട് വരെ ഇട്ടിട്ടുണ്ട് നിലവിൽ. ഇത് 12-ാമത്തെ പാർട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ 11 പറയാം. ഇത് 10-ാം പാർട്ട്. അതെ, 11 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് നാളെ വായിക്കാം കേട്ടോ. ഇന്നിത് കാരണം ആളിച്ചിരി കൂടുതലുണ്ട്. അത്രയും വായിച്ചതിനും ചിലർക്കൊക്കെ ബോറടിച്ചാലോ. ബോറടിക്കുന്നവരെ ഈ ഭാഗം സ്കിപ്പ് ചെയ്തു കേട്ടോ. ആ, ഞാൻ വായിച്ചോട്ടെ. ആദ്യം നമുക്കൊരു കുറേ ബർത്ത്ഡേകൾ വന്നിട്ടുണ്ട്. ബർത്ത്ഡേയുടെ ആണ്. ഹാപ്പി ബർത്ത്ഡേ സുമിക്കുണ്ട്. കുഞ്ഞാവ ആദം 6 മന്ത് പൂർത്തിയാക്കിയ അവർക്ക് 2 പേർക്കും വിഷസ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് 2 പേർക്കും ഹാപ്പി ബർത്ത്ഡേ. പിന്നെ സുബിൻ ബേബി, ഹായ് സുബിൻ, ഹാപ്പി ബർത്ത്ഡേ സുബിൻ. ഹാപ്പി ബർത്ത്ഡേ. ദുബായിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അൽബിന മോൾക്കൂടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അൽബിനയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ മോളെ. അൽബിന ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ 14-ാം പിറന്നാൾ ആഘോഷിക്കുന്ന കൊല്ലം ആയത്തിൽ നിന്ന് അലി, ഹാപ്പി ബർത്ത്ഡേ അലി മോനെ. ഹാപ്പി ബർത്ത്ഡേ. 60-ാം പിറന്നാൾ കോതമംഗലത്ത് നിന്ന് ജെയിംസിന്. പിന്നെ മോൻ്റെയും ബർത്ത്ഡേ 32-ാം പിറന്നാളെന്ന് എഴുതിയിട്ടുള്ളൂ. മോൻ്റെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്ക് അപ്പനും മോനും ഞങ്ങളുടെ വക പിറന്നാൾ ആശംസകൾ. പിന്നെ സൗദിയിൽ ജോലി ചെയ്യുന്ന രാജൻ തിരുവില്ലാമല, പുള്ളിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. 1000 പിറന്നാൾ ആശംസകൾ. പിന്നെ 74-ാം പിറന്നാൾ ആഘോഷിക്കുന്ന മേരി തോമസ്, ഹാപ്പി ബർത്ത്ഡേ അമ്മച്ചി, ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഒരു വെഡിങ് ആനിവേഴ്സറി ആണ്. ഷെമി ജംഷി ഫാറൂഖിന്ന്, അവരുടെ 16-ാം വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അതിനുള്ള വിവാഹ വാർഷിക ആശംസകൾ ഷെമി ജംഷി. പിന്നെ ബാക്കിയുള്ളത് ഹലോയാണ്. ഹായ് നിഖ അന്ന ജോൺ കയ്യത്ര മാനാറ്. പിന്നെ ശൈലേന്ദ്രൻ, സിന്ധു, അപ്പു, കിച്ചു, ചേർത്തല. ചേട്ടൻ ഞങ്ങളോട് പിണങ്ങിയിരിക്കുകയാണ്, ഹായ് പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ അമ്മേയ പാണാവള്ളി, ദേവശ്രീ വാമനപുരം കാഞ്ഞിരമ്പാറ, അനിത പത്തനംതിട്ട, CKK തേറ്റമല വയനാട്, ഖാദർ കൂത്തുപറമ്പ്, ഐഷ, റംസാൻ, നസി, രാധാമണി ഏറ്റുമാനൂർ, വിൻസി രാജൻ, ശാലിനി ഗ്രൂപ്പ് കല്ലറ, തിരുവില്ലാമല ചന്ദ്രൻ, മണി, പൊന്നമ്മ, ശിങ്കി, സന്തോഷ്, ആഷിഖ് കോട്ടക്കൽ, അല്ല ശിങ്കിയ, ഞാൻ നോക്കിയായിരുന്നു, അവർ മലയാളത്തിൽ എഴുതിയിട്ടില്ല. ആഷിഖ് കോട്ടക്കൽ, ലിൻഡോ ഏബൽ തൊടുപുഴ,
അജൂസ്, സെലിൻ ഡൽഹി, നന്ദു കുളത്തുപുഴ, അപർണ ഷാനു, അനുമോൾ മണികണ്ഠൻ ദുബായ്, ആസ്യ അനിയനായ ആഷർ പീരുമേട്. അവർ രണ്ടെണ്ണത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് പറയാൻ കേട്ടോ. മക്കളാ, ചെറിയ പിള്ളേരാ. കൊല്ലം ചാവറയിൽ നിന്ന് രാകേഷ്, ശരണ്യ, അക്ഷയ രാകേഷ്, അനുഗ്രഹ രാകേഷ്, അഭിലാഷ് ഓട്ടക്കൽ മുക്കട, ദിയ ബിജു, സാബു ജർമ്മനി, കുഞ്ഞുമോൻ കുവൈറ്റ്, സാറ ജോസഫ് മേക്കടമ്പ്. നിലമേൽ UP സ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി നിലമേൽ സ്കൂളിലെ മീനൂട്ടി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. സജിത, സോജൻ കിച്ചു ഫാമിലി, ദിലിൻ, നീൽ, മിലി, റീഡു, ലിജിത്ത്, രഞ്ജു ദുബായ്, അരുൺ സേബ, അരുൺ ഫിലിപ്പ്, ഷാഫി ഗൾഫിൽ നിന്നും, മുനീർ ജിദ്ദ, രേഷ്മ ആൻഡ് ഗിഫ്റ്റി കാനഡ. റാണിക്കാർക്ക് ഒരു ഹായ് പറയാൻ രഞ്ജിത്ത് പറഞ്ഞിട്ടുണ്ട്. റാണിക്കാർക്ക് പ്രത്യേകം ഹായ്. സുമയ്യ ആൻഡ് ഫാമിലി ഭീമാപ്പള്ളിയിൽ നിന്ന്, നിവേദിക് ഉല്ലാസ് വീട്ടിക്കുന്ന്, ജിനു, പ്രണവ് പ്രസാദ് നെടുങ്കണ്ടം ഇടുക്കി, ബബിത ബൈജു മാവൂർ, മുഹമ്മദ് ഹനീഫ് കുവൈറ്റ്, ശ്രീലക്ഷ്മി തൊടുപുഴ, കുവൈറ്റിൽ നിന്ന് ദീപ, ലിജോ, മകൻ അബ്രോ, കുഞ്ഞുമോൻ ജോർജ് നിരണം. ഇത്രയും പേരാണ് ഈ 10ാം പാർട്ടി ചോദിച്ചേക്കണം. അത്രയും പേർക്കടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ബിഗ് ഹായ്. കൂട്ടത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേകം ഹായ്. എന്താ ഇന്നലെ അങ്ങനെ കിടന്നപ്പോ പെടലി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു വേദന. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്റെ നേരെ നോക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്നെ ഉരുട്ടി നോക്കി പേടിപ്പിച്ചേനെ. ഇന്ന് പേടിപ്പീര് കുറവാ. ഇച്ചു എന്നെ വഴക്കൂറാനെ പേടിപ്പിക്കാൻ നോക്കുന്നതേനും ഞാൻ കരഞ്ഞു കാണിക്കും. അതുകൊണ്ട് അവിടെ അങ്ങ് നിർത്തും. അതാണ് ഞങ്ങളുടെ വഴക്കില്ലാതെ പോണേന്റെ ഒറ്റ കാരണം അതാണ്. നമ്മൾ കരച്ചിലി വീഴ്ത്തും. വഴക്കങ്ങനെ പറയാറില്ല കേട്ടോ. എന്തെങ്കിലും നിസ്സാര കാര്യത്തിൽ ഇങ്ങനെ നോക്കുന്നതിന് ഞാൻ കരഞ്ഞു കാണിക്കും. അതൊക്കെ തന്നെ കണ്ണീരൊക്കെ വന്നോളൂ. രണ്ടിച്ചിന് വഴക്ക് പറയാനുള്ള അവസരം ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അത് തന്നെ. എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും ആരും മറക്കരുത്. എല്ലാരും ഞങ്ങളോട് കൂട്ടുകൂടുക. ഞങ്ങളും എല്ലാരോടും കൂട്ടുകൂടുന്നതായിരിക്കും. അപ്പൊ ഇനി നേരം വെളുത്ത് കാണാം. രാത്രി വല്ല നല്ല കാഴ്ച വന്നാ കാണിക്കാട്ടോ. ഇവിടെ വല്ല മൃഗങ്ങൾ എന്തെങ്കിലും വന്നാ കാണിക്കണമെന്നുണ്ട്. പക്ഷെ മൃഗങ്ങൾ വരുമെന്ന് തോന്നുന്നില്ല, പാറപ്പുറമായോണ്ടേ. രാവിലെ കാണാം. അപ്പൊ ഓക്കെന്നതിന് മുമ്പ് നമ്മൾ താമസിക്കുന്ന ടെന്റിന്റെ പരിസരമൊക്കെ ഒന്ന് ടോർച്ച് കളിച്ച് നോക്കുവാണ്. വല്ല ജീവികളോ എന്തെങ്കിലും ഉണ്ടോന്ന്. ഒന്നിനും കാണാനൊന്നുമില്ല കേട്ടോ. അങ്ങകലെ കാണുന്നതൊക്കെ വെട്ടമാണ്. ഓരോ വീടുകളിലെ വെട്ടം. അവിടെ ഒരു വീട്ടിലെ വെട്ടം കാണുന്നുണ്ട്. അപ്പോൾ ഒരു ജീവികളെയും കാണുന്നില്ല. അപ്പോൾ ഇനി നേരം വെളുത്ത് കാണാം. ഗുഡ് മോർണിംഗ് നിഷേ. ഗുഡ് മോർണിംഗ്. നല്ല നേരം പരപരാ വെളുത്തു തുടങ്ങി. ടെൻറ്റിൻ്റെ അകത്തുനിന്ന് ഇതിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെ. ടെൻറ്റ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഓക്കെ. ആഹാ, എന്താ വാങ്ങി.
നിഷ രാവിലെ എഴുന്നേറ്റത് കട്ടൻ ചായ ഒക്കെ ഇട്ടുകൊണ്ടിരിപ്പുണ്ട്. കട്ടൻ ചായ ഇട്ട് റെഡിയാകുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ക്യാമ്പിങ് ഇവിടെ കഴിഞ്ഞ്. ഇന്നത്തെ ഒരു ദിവസത്തെ ക്യാമ്പിങ് ഇവിടെ കഴിഞ്ഞു. ഇനി ഒരു ദിവസം കൂടെ ഇവിടെ കാണും. ഒരു ദിവസം കൂടെ ഇവിടെ നിൽക്കണമെന്നൊക്കെ ഓർത്തോണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും ചെയ്യുക. അതെ, ഞങ്ങളുടെ കൂടെ അങ്ങ് കൂടിക്കോന്നേ, നമുക്ക് ഒന്നിച്ചൊരു യാത്ര അങ്ങ് പോകാം അല്ലേ? അപ്പോൾ ഓക്കെ, ടേക്ക്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.